സി സഹോദര, അതായത് എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നു, ഞാൻ ഇതിൻ്റെ ആൻസർ ചോദിക്കുന്നു, പല രീതിയിലും ഞാൻ ചോദിക്കുന്നു, ആൻസർ പറയാനായിട്ട് തയ്യാറാവുന്നില്ല. പിന്നെ ഞാൻ എന്തു വേണമായിരുന്നു? എനിക്കതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പ്രശ്നങ്ങൾ നീതിയുക്തമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഇടം എന്ന രീതിയിലാണ് ഞാനൊരു പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുത്തതും ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തതും. അതിനെ ഒരു പരാതി എന്ന് പോലും പറയാനായിട്ട് പറ്റില്ല. എനിക്ക് വിഷമം, എനിക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല, അത് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇപ്പോഴും എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. എൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടമല്ല അമ്മ എന്ന് പറഞ്ഞ സംഘടനയും അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും. എന്തോ മനസ്സിലായില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അതെ അതെ, ആദ്യത്തെ അൻസിബയുടെ ആരോപണങ്ങൾ അങ്ങനെയായിരുന്നു. ഈ ജിഹാദി, മതം, വർഗീയത, തീവ്രവാദം തുടങ്ങിയ വാക്കുകളെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുള്ള വ്യക്തി അൻസിബയാണ്. അതിൻ്റെ എല്ലാ പ്രൂഫ്സും ഞാൻ ബഹുമാനപ്പെട്ട ACP മനോജ് സാറിന് കൈമാറിയിട്ടും ഉണ്ടായിരുന്നു. ശ്വേതാ മേനോൻ അന്ന് ഈ പ്രശ്നത്തിനെ എന്താ പറയുക, അവരുടെ കൂടെ നിന്നില്ല എന്ന തോന്നലായിരിക്കാം. അതെങ്ങനെയാണ് ഇപ്പോഴും രണ്ട് പേര് തമ്മിലുള്ള ഒരു പ്രശ്നം എങ്ങനെയാണ് അമ്മ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. അത്തരം വാചകങ്ങൾ ഞാൻ അമ്മയുടെ ബൈലോയിൽ ശ്രദ്ധിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. നമ്മൾ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട് എന്ന് വിചാരിച്ച് 17 അംഗ കമ്മിറ്റി കൂടി എടുത്ത തീരുമാനമല്ലാതെ നമുക്ക് നിയമവിദഗ്ധരുണ്ട്. ഞങ്ങളുടെ അമ്മയിൽ തന്നെ ഞങ്ങൾക്ക് ലോയേഴ്സ് ഉണ്ട്. അവരെ അതിൻ്റെ കാണിച്ചു കൊടുത്ത് എഗ്രിമെൻറ്റുകൾ പരസ്പരം വായിച്ചു നോക്കി നിയമപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന രീതിയിൽ തന്നെ ഡൊണേഷനായിട്ടാണ് ഞങ്ങൾ ഈ ഫണ്ട് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം മതപരമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിച്ചുകൂടാ എന്നത് ഞാൻ എവിടെയും ബൈലോയിൽ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ വായിച്ചിട്ടില്ല അത്തരം ഒരു ബൈലോ. എതിർത്തതും എതിർക്കാത്തതും ഒക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതാണ് ഞാൻ പറയുന്നത്. അൻസിബ മാത്രമല്ല അതിനെ എതിർത്തിട്ടുള്ളത്, അതിനെ എതിർത്തിട്ടുള്ള വേറെയും ആൾക്കാരുണ്ടായിരുന്നു. അവർക്കെതിരെ ഒന്നും ഇതുപോലൊരു കേസോ കംപ്ലൈൻറ്റോ വന്നിട്ടില്ല. അൻസിബ എൻ്റെ ഫോണിലേക്ക് അയച്ച മെസ്സേജ് മാത്രമാണ് ഞാൻ പരാതി കൊടുക്കുന്നതിന് ആധാരമായിട്ടുള്ളത്. അതെന്തിനാ നോട്ടീസ് നൽകുന്നത്? ഇപ്പം ഈ സംഘടനയിൽ പറയുന്ന എല്ലാ കാര്യത്തിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ലല്ലോ. എല്ലാത്തിനും എല്ലാം സപ്പോർട്ട് ചെയ്യാറില്ല. നമ്മൾ ഒപ്പോസ് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട്. അൻസിബ വളച്ചൊടിച്ചു, അതിനെ ആദ്യമേ വളച്ചൊടിച്ച് അമ്മയിലേക്ക്. അങ്ങനെയാണ് അൻസിബ പരാതി തരുന്നത്. അമ്മ ഒരു കമ്മീഷനെ വെച്ച് പരിശോധിക്കണമെന്നായിരുന്നു അൻസിബയുടെ ആദ്യത്തെ പരാതി. അതിൽ അടിസ്ഥാനമില്ലാത്തത് കൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞു, അതിനെ എടുത്തില്ല. പിന്നീടാണ് മീഡിയയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്, അമ്മ അവളെ ആ കുട്ടിയെ കേട്ടില്ല, സംസാരിച്ചില്ല എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഞാൻ ബലമായി സംശയിക്കുന്നു. ആരാണത് എനിക്കെങ്ങനെ പറയാൻ പറ്റും? ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് CCTV അല്ല കൊടുത്തിരിക്കുന്നത്, അത് അവരുടെ പേഴ്സണൽ ഫോണിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഓഡിയോ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഒരു പേഴ്സണൽ ഓഡിയോ കൊടുക്കാൻ പാടുണ്ടോ പാടില്ലായിരുന്നോ എന്നുള്ളത് അവരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമാണ്. അതിലെനിക്ക് അഭിപ്രായം പറയാനാവില്ല. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അവരെ ഒരു വ്യക്തി എന്ന നിലയിൽ അവർ ചെയ്തതിനെ എതിർക്കാനോ സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് കഴിയില്ല. എത്രയും വലിയ തെറ്റ് അതിനെപ്പറ്റി എനിക്കറിയില്ല. ഇനി എന്തായാലും ജനറൽ ബോഡി വരികയല്ലേ, അവർ ഓരോരുത്തരും ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്തതാണെങ്കിലും ഒരു കമ്മിറ്റി അംഗം എന്ന നിലയിൽ എന്നിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സെക്രട്ടറിക്ക് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, പ്രസിഡന്റിന് വീഴ്ചകൾ വന്നിട്ടുണ്ടോ, ഇതൊക്കെ ജനറൽ ബോഡിയിലായിരിക്കും ചർച്ച ചെയ്യപ്പെടുക. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും.
ഇപ്പൊ ഈസി മെമ്പേഴ്സ് ഒരാളെ തന്നെ ഉണ്ണീഷുപാലൻ സ്ഥാനത്ത് മാറിയിരിക്കുന്നത് ജനറൽ ബോഡി വരുമ്പോൾ ഒരുപാട് പ്രശ്നമുള്ളൂ. ഇനി വരുന്ന ജനറൽ ബോഡിയിൽ അമ്മയൊരു അഴിച്ചുപണിക്ക് സാധ്യതകളുണ്ടോ? അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ജനറൽ ബോഡിയാണ് ഞങ്ങളുടെ ഓതറൈസ്ഡ് കോടതി എന്ന് പറയുന്നത്. അന്ന് ജനറൽ ബോഡിയിൽ അത്തരം തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ.